ജീവനക്കാർ ഇല്ലാത്തതിനാൽ പ്രവർത്തിപ്പിക്കാനാകാതെ കോഴിക്കോട് സിവിൽ സ്റ്റേഷൻ, കളക്ടറേറ്റ് എന്നിവിടങ്ങളിലെ ലിഫ്റ്റ് സൂപ്പർവൈസർ വിരമിച്ച ഒഴിവിൽ പുതിയ ആളെ നിയമിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അതിനാൽ 6 നിലകളുള്ള കെട്ടിടത്തിന്റെ മുകളിലെത്താൻ പലരും ബുദ്ധിമുട്ടുകയാണ്. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, ഈ ഒരു ദുരവസ്ഥയ്ക്ക് കാരണം ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റർ തസ്തിക പൂർത്തീകരിക്കാത്തത് കൊണ്ട് മാത്രമാണോ? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിവിൽ സ്റ്റേഷനിലൊക്കെ നിരവധി ആളുകൾ, അതായത് ജനങ്ങൾ പല കാര്യങ്ങൾക്കും വേണ്ടി സിവിൽ സ്റ്റേഷനൊക്കെ കയറി ഇറങ്ങേണ്ടി വരും. അത്തരത്തിൽ കോഴിക്കോടിലെ സിവിൽ സ്റ്റേഷനിലാണ് ഇത്തരത്തിലൊരു പ്രശ്നം കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് എന്നത് തന്നെയാണ്. 6 നിലയുള്ള കെട്ടിടമാണ്. ആ കെട്ടിടത്തിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിനെ ആശ്രയിക്കേണ്ട ആളുകളുണ്ട്. അതായത് സാധാരണക്കാരായ നിരവധി ആളുകൾ, അതുപോലെ തന്നെ പ്രായമായ ആളുകൾക്കൊക്കെ തന്നെയും സ്റ്റെപ്പുകൾ കയറി ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അവിടെയുള്ള ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല എന്ന് ഒരു പരാതിയുമായാണ് ജനങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പ്രധാനമായും 6 ലിഫ്റ്റുകളാണ് വിവിധ ബ്ലോക്കുകളിലായി സിവിൽ സ്റ്റേഷനിൽ ഉള്ളത്. പക്ഷേ അതിൽ 3 എണ്ണം മാത്രമാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ 30-നാണ് ഇത്തരത്തിൽ സൂപ്പർവൈസർ വിരമിച്ചത്. പക്ഷേ താൽക്കാലിക രീതിയിൽ ആളെ എടുത്തെങ്കിൽ കൂടിയും 3 ലിഫ്റ്റുകൾ മാത്രം പ്രവർത്തിപ്പിക്കുവാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ എന്നൊരു പരാതിയാണ് വലിയ രീതിയിൽ ഉയർന്നു വന്നിട്ടുള്ളത്. നമുക്കറിയാം, സിവിൽ സ്റ്റേഷനിലൊക്കെ തന്നെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി ആളുകൾ എത്തുന്നതാണ്. അതിൽ പ്രായമായവരുണ്ടാവും, അസുഖബാധിതരായ ആളുകളുണ്ടാവും. അവർക്കൊക്കെ തന്നെയും ഈ സ്റ്റെപ്പ് കയറി മുന്നോട്ട് പോകുവാനുള്ള ബുദ്ധിമുട്ട് അത് വളരെയധികമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തസ്തിക നിലനിന്നിട്ട് പോലും അതിലേക്ക് ആളുകളെ എടുക്കാത്തത് എന്നൊരു ചോദ്യമാണ് നിലവിൽ ഉയർന്നു വരുന്നത്. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞത്, ഈ തസ്തികയിൽ ആളുകളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ നിലവിൽ ഉണ്ട് എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഉടൻ തന്നെ നിയമനം ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഇത് താൽക്കാലികമായി ആളെ വെച്ച് ഈ ലിഫ്റ്റ് പ്രവർത്തിക്കുവാനുള്ള സംവിധാനം ഒരുക്കിയത് എന്നൊരു കാര്യം, അല്ലെങ്കിൽ ഒരു വിശദീകരണമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. 3 ലിഫ്റ്റ് മാത്രമേ നിലവിൽ പ്രവർത്തിക്കുന്നുള്ളൂ. നമുക്കറിയാം, ഇത്തരത്തിൽ സിവിൽ സ്റ്റേഷൻ പോലെയുള്ള ഒരു ഓഫീസിൽ ആളുകൾക്ക്, അതായത് ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു ഓഫീസിലാണ് ഇത്തരത്തിൽ ജനങ്ങൾക്ക് വലിയൊരു തലവേദനയായി ലിഫ്റ്റ് ഇല്ലാത്ത പ്രശ്നം മാറിയിരിക്കുന്നത്. രോഹിണി, ശരി, ദിസ്നയാണ് വിവരങ്ങൾ നൽകിയത്.